പ്രിയ ഗുരുജനങ്ങളെ, നല്ല നമസ്കാരം. നമ്മൾ ഇപ്പം വന്നിരിക്കുന്നത് എവിടെയാണെന്നറിയാം? നമ്മളിപ്പം വന്നിരിക്കുന്നത് കുറ്റ്യാട്ടൂർ മഹാദേവ ക്ഷേത്രത്തിലാണ്. ഇത് ചെർക്കക്കോവിലത്തിൻ്റെ അധീനത്തിൽ വരുന്നൊരു ക്ഷേത്രമാണ് കേട്ടോ. കണ്ണൂർ ചെർക്കക്കോവിലില്ലേ, അതിൻ്റെ അധീനത്തിൽ വരുന്നൊരു ക്ഷേത്രമാണ്. അപ്പോൾ നമ്മൾ ധാരാളം ഭക്തന്മാർ വിളിച്ചു പറഞ്ഞുകൊണ്ടും നിങ്ങൾ കാണേണ്ട ഒരു ക്ഷേത്രമാണ്. ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിൻ്റെ ഒക്കെ വർക്ക് നടക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അതിൻ്റെ നിർമ്മാണത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണെന്നെല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഏതായാലും ഞാൻ ചെർക്കക്കോവിലത്തിൻ്റെ ധാരാളം ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ രവീന്ദ്രരാജവർമ്മയുള്ള കാലത്തെ, അദ്ദേഹമുള്ള കാലത്തെ അദ്ദേഹമായിട്ട് നമ്മൾ നല്ല അടുപ്പാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒത്തിരി ക്ഷേത്രങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാടേക്കവെല്ലാം ചെർക്കക്കോവിലത്തിൻ്റെ അധീനത്തിൽ വരുന്ന ഞാൻ ചെറുനമ്പലം എല്ലാം. അപ്പോൾ നല്ല അവിടെയെല്ലാം നല്ല പ്രവർത്തനമാണ്. എന്ന് വെച്ചാൽ അതൊരു ബോർഡിൻ്റെ കീഴിലാണ് വരുന്നതായിരുന്നു. അപ്പം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഇവിടെ ഈ ക്ഷേത്രത്തിലും വന്നിരിക്കുകയാണ്, മഹാദേവ ക്ഷേത്രം. അപ്പോൾ നമുക്കത് ചെയ്യാം. പക്ഷേ അതിൻ്റെ ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും പറഞ്ഞുതരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അതിൻ്റെ ആൾക്കാരെ നോക്കുന്നുണ്ട്. അപ്പോൾ അവർ പെർമിഷൻ തന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ബാക്കി അതിൻ്റെ അധികാരപ്പെട്ട ആൾക്കാർ ആരും രാവിലെ തന്നെ ആയതുകൊണ്ട് ആരും ഇവിടെ ഇല്ല. അത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നമുക്ക് അറിയുന്ന രീതിയിൽ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നിങ്ങൾക്ക് ക്ഷേത്രം കാണണ്ടേ? അവിടത്തേക്ക് പോകണ്ടേ? എന്നാ വന്നോളൂ, കണ്ടോളൂ. ഉണ്ടല്ലേ? വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാൻ തോന്നില്ല കേട്ടോ. ഒരു വല്ലാതൊരു വൈബാണ്, വല്ലാതൊരു ഫീലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിലെല്ലാം വന്നു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ക്ഷേത്രം ഒരു രാജകീയ പ്രൗഢിയോടുകൂടി ഇരിക്കുന്ന ക്ഷേത്രമായി മാറും. അതിപുരാതന കാലത്തേ ഉള്ള ക്ഷേത്രം കേട്ടോ. ഒത്തിരി കാലപ്പഴക്കമുണ്ട്. കാലപ്പഴക്കം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. അത് ഇതിൻ്റെ അധികാരിയോട് തന്നെ ചോദിക്കേണ്ടി വരും. എന്തായാലും 1000-1500 വർഷത്തിന് മേലെ അവിടെ ചുമരിൻ്റെ ഒക്കെ ഇത് കാലപ്പഴക്കം കാണുമ്പോൾ തോന്നുന്നത്. നല്ല കാറ്റാണ് കേട്ടോ.
ഒരു നന്ദീനെ കണ്ട നിങ്ങൾ? പിന്നെ വലിയൊരു ശംഖ്, ആ ശംഖിൻ്റെ നേരെ അടിയിൽ ചെറിയൊരു ശിവലിംഗം കണ്ടില്ലേ? ഈ നദീൻ്റെ നേരെ മുന്നിൽ തന്നെ ചെറിയ ചെറിയ വയലറ്റ് പുഷ്പങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ നിറയെ ഇത് മൊത്തം വയലറ്റ് പുഷ്പങ്ങളാണ് മൊത്തം അകത്തോളം വയലറ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഹൈറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉയരത്തിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ തറയെന്നെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലാണ് ക്ഷേത്രമുള്ളത്. ഇത്ര ഹൈറ്റ് പൊന്തിച്ചിട്ടാണ് ക്ഷേത്രമുള്ളത് കേട്ടോ. ഞാൻ പലപ്പോഴായിട്ട് ചില ക്ഷേത്രങ്ങളിൽ ഞാൻ പറഞ്ഞുതരാം അത്. ഇത് മഹാവിഷ്ണു ക്ഷേത്രം കേട്ടോ. ചെറുക്ക കോവിലത്ത് പോയി കഴിഞ്ഞാൽ മഹാധന്വന്തരിയെ നമുക്കവിടെ കാണാൻ കേട്ടോ. ധന്വന്തരി ഭഗവാനാണ് ഇവിടെ ഇരിക്കുന്നത്. നമുക്ക് എന്ത് രോഗങ്ങളുണ്ടെങ്കിലും ധന്വന്തരി ഭഗവാനെ പോയിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധ്യമാവുന്നതാണ്. ഇത് ഒരു ശംഖുപുഷ്പമാണ് കേട്ടോ. കാണിച്ചു തരാം. ഇത് കണ്ടോ? ഇത് വേറെ ഒരു ടൈപ്പ് ശംഖുപുഷ്പമാണ് കേട്ടോ. വയലറ്റ്, നമ്മൾ ബ്ലൂ അല്ലാണ്ടിന് ഇത് വയലറ്റാണ്. ഇത് ഭഗവാന്റെ പൂങ്കാവനാണ് കേട്ടോ. ഇത് പിന്നെ അത് നമസ്കാര മണ്ഡപമാണ് നേരെ മുന്നിൽ കാണുന്നത്. ഇതായത് പിന്നെ മഹാവിഷ്ണു ഭഗവാനാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. ക്ഷേത്രം എന്ന് വെച്ചാൽ എത്ര കാലപ്പഴക്കമുള്ള ക്ഷേത്രമാണ്. ക്ഷേത്രത്തിൻ്റെ ഉള്ളിലത്തെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് കണ്ടോ നിങ്ങൾ? ഈ ഓവിലെ കൂടി ഒഴുകി വരുന്ന വെള്ളം ഇവിടെയല്ല, ക്ഷേത്രത്തിൻ്റെ കേട്ടോ ഉള്ളിൽ ഇത് പുറത്തുള്ള കഴകപ്പുരയിൽ അല്ലെങ്കിൽ ഇത് കഴകപ്പുര നമ്മളെ തടപ്പള്ളിയിൽ നിന്ന് വരുന്ന വെള്ളമായിരിക്കും ചിലപ്പോൾ. അതെന്ന് വെച്ചാൽ കണ്ടില്ല അങ്ങ് നിങ്ങൾ ക്ഷേത്രത്തിൻ്റെ കണ്ടോ? അതിൻ്റെ ഉള്ളിൽ ഒരു ഓവ് ഉണ്ട് നിങ്ങൾ. അത് ശ്രീകോവിലിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അത് ചിലവരെന്താക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ശ്രീകോവിലിൻ്റെ പിന്നെ ആ ഓവിലെ കൂടി വരുന്ന വെള്ളം തലയിലാക്കലും പിടിക്കലും ഒന്നും പറയേണ്ട അവരെ പ്രകടനം. അത് ശരിക്കും പറഞ്ഞാൽ തികച്ചും തെറ്റാണ്. അങ്ങനെ ചെയ്യരുത്. കാരണം വെച്ചാൽ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കഴുകിയ വെള്ളമാണ് പുറത്തേക്ക് വരുന്നതാണ് ഒന്നത്. രണ്ടാമത് വെച്ച് കഴിഞ്ഞാൽ അത് ശുദ്ധീകരിച്ച് ശേഷമുള്ള അഭിഷേകത്തിൻ്റെ ജലമാണ് നമുക്ക് കലശ വെള്ളമായിട്ട് തരുന്നത്. മനസ്സിലായില്ലേ? തൊട്ടപ്പുറം വലിയൊരു സ്കൂളുണ്ട് കേട്ടോ. ഞാൻ ചെക്കിപ്പൂവിൻ്റെ കളർ കണ്ടിട്ട് ഇങ്ങോട്ട് വന്നത് കണ്ടോ? എന്നാ കളർ എന്ന് പറയാം, നല്ല റെഡ് കളർ. ചെക്കിപ്പൂ ഇവിടെ പലതരം കളറിൽ ഉണ്ട്. വെള്ളയുണ്ട്, ചുവപ്പുണ്ട്, റോസ് ഉണ്ട്. ക്ഷേത്രത്തിൽ അല്ല, ഇത് സ്കൂളിൽ നിന്ന് കുട്ടികൾ ചൊല്ലുന്നത് കാലഭൈരവം ഭജയെന്നാണ് ചൊല്ലുന്നത്. അപ്പം നോക്കിയേ നിങ്ങൾ. ഇത് താനിക്ക എന്ന് തോന്നുന്നു. എനിക്ക് താനിക്ക തന്നെയാണോ എന്ന് എനിക്കറിയില്ല. അതുപോലത്തെ ഒരു അതിൻ്റെ ഇല ഏകദേശം ഇതുപോലെയാണ്. താനിക്ക മരം, ചെറുമരം തൊട്ടാൽ താനിക്ക, അങ്ങനൊരു കഥയുണ്ട്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്.
ശാസ്താവിന് ക്ഷേത്രം ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. ഇവിടെ ഓരോ മരങ്ങൾ സ്ഥാനങ്ങൾ കൽപ്പിച്ച് വെച്ചിട്ടുണ്ടാകും. പക്ഷെ അത് അവിടെ കൂവളെന്നാണ് ഉള്ളത്. അത് ജടക്കൂവളമാണ് കേട്ടോ. ഓരോ നക്ഷത്രപ്രകാരമുള്ളതാണ്. ഈ ചിത്തിര നക്ഷത്രത്തിലാണ് കൂവളം അവിടെ പ്രതിഷ്ഠിച്ച് കാണാം. നീർമരുന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇത് ചോദ്യ നക്ഷത്രക്കാർക്കാണ്. നമുക്കറിയാതെ ഒട്ടനവധി ഇങ്ങനെയെല്ലാം വരുമ്പോൾ വെച്ചാൽ നമുക്ക് ഒട്ടനവധി ഓരോ ഔഷധ ചെടികൾ നമുക്ക് കാണാൻ പറ്റും, നമുക്കത് പഠിക്കാൻ പറ്റും. ഇത് ഇലഞ്ഞിയാണ് കേട്ടോ, ഇലഞ്ഞി മരമാണ് ഇത്. ചില ഇലകൾ കാണുമ്പോൾ നമുക്ക് അതുപോലെ ഫീൽ ചെയ്യും. ഇത് അതുപോലെ ഓരോ നക്ഷത്രക്കാർക്കുള്ള ഓരോ മരങ്ങളാണ്. ആരോ അവിടെ നിന്ന് മാഷാങ്കറ്റം ഈ സംസ്കൃത ശ്ലോകങ്ങളെല്ലാം പഠിപ്പിക്കുന്നത്, ഓരോ ഗാനങ്ങൾ ഇതെല്ലാം നല്ല നല്ല വൃത്തിയിലാൾ പാടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചു പോയതാണ്. മഞ്ഞി എന്ന് പറഞ്ഞ ഒരു മരമായത് കേട്ടോ. ഇത് പൂരട നക്ഷത്രക്കാർക്ക് ഉപയോഗിക്കുന്നതാണ്. പിന്നെ പിലാവ് നമുക്കറിയാലോ, അത് ഉത്രാടം നക്ഷത്രക്കാർ ഉപയോഗിക്കുന്നതാണ്. ഇത് എരിഞ്ഞൽ എന്ന് പറഞ്ഞ എരിക്കും പൂവ് നമ്മൾ കേട്ടിട്ടില്ലേ, അതാണ് നമ്മൾ ഈ കാൽമുട്ട് വേന ഇതിനെല്ലാം ഉപയോഗിക്കുന്നതാണ്. ഇത് ഒരു ഇല പറിച്ചിട്ട് നമ്മളെ മുട്ടിന് മുകളിൽ ചൂടാക്കിയിട്ട് വെക്കുക. നേരെ തൊട്ടപ്പുറം മുട്ടിൻ്റെ നേരെ ബാക്ക് ഭാഗത്തും അതുപോലെ ചൂടാക്കിയിട്ട് വെക്കുക. അപ്പം ചൂടാക്കി വെച്ചിട്ട് എന്തൊക്കെ ഒരു തുണി കൊണ്ട് വരിഞ്ഞ് മുറുക്കി കെട്ടിയിട്ട് കിടന്നിറങ്ങുക. നമ്മളെ മുട്ടിൻ്റെ നീരും കാര്യങ്ങളൊക്കെ വലിച്ചു പോവും, വേദന ശമനം ഉണ്ടാവുന്നൊക്കെയാണ് ഇതിനെപ്പറ്റി പറയുന്നത്. മനസ്സിലായോ? ഇത് തിരുവോണ നക്ഷത്രക്കാർക്ക് ഉപയോഗിക്കുന്നതാണ് ഈ എരിക്കും പൂവിൻ്റെ ഇത് പറയപ്പെടുന്നത്. അങ്ങോട്ടെല്ലാം ഉണ്ട്, ഓരോരോ നക്ഷത്രക്കാർക്ക് പറയുന്നത് ഓരോന്നുണ്ട്. നമ്മളിതിന് മുമ്പിട്ട് നമ്മളെ ചാനലിൽ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. നമ്മളതിന് മുമ്പോട്ടും ചെയ്തിട്ടുണ്ട്. ഇത് ക്ഷേത്രത്തിൻ്റെ ഓഡിറ്റോറിയമാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് ക്ഷേത്ര ഓഡിറ്റോറിയമാണ് കേട്ടോ. നമ്മളെ രവീന്ദ്ര രാജവർമ്മ അദ്ദേഹം ഇത് 2023 സമാധിയാകുന്ന മുമ്പിട്ട് അദ്ദേഹം ഇതിൻ്റെ തറക്കല്ല് ചെയ്യാൻ തോന്നുന്നു.